ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയുള്ള പുതിയ ബില്ലുകൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ഇന്ന് വീർ ബാൽ ദിവസ്. ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ ഇന്ന് പര്യടനം പുനരാരംഭിക്കും. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്ന് ഹൈക്കോടതി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയുള്ള പുതിയ ബില്ലുകൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ 2023 എന്നിവയ്ക്കാണ് അംഗീകാരമായത്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നവീകരിച്ച 3 ക്രിമിനൽ നീതിന്യായ ബില്ലുകൾ കഴിഞ്ഞ ആഴ്ചയാണ് പാർലമെന്റ് പാസാക്കിയത്. കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പ്രധാന നിയമമായ 1860 IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി 2023 ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നു. ശിക്ഷയുടെ ഒരു രൂപമായി സാമൂഹ്യ സേവനം കൂട്ടിച്ചേർക്കുന്നതാണ് പുതിയ നിയമം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരമാകും. അറസ്റ്റ്, പ്രോസിക്യൂഷൻ, ജാമ്യം എന്നിവയ്ക്കുള്ള നടപടിക്രമങ്ങൾ CRPC നൽകുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരമായാണ് ഭാരതീയ സാക്ഷ്യ ബിൽ 2023. ഈ നിയമം കോടതികളിലെത്തുന്ന തെളിവുകളുടെ സ്വീകാര്യതയെ നിയന്ത്രിക്കുന്നു. FIR മുതൽ വിധി വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഡിജിറ്റൈസ് ചെയ്യാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് വധശിക്ഷ നൽകാനും പുതുക്കിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ബലാത്സംഗ കേസുകൾക്ക് ജീവപര്യന്തം തടവും വധശിക്ഷയും, കൂട്ടബലാത്സംഗ കേസുകളിൽ 20 വർഷം തടവോ മരണം വരെ തടവോ ലഭിക്കാവുന്ന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സസ്പെൻഷനെ തുടർന്ന് പ്രതിപക്ഷ കക്ഷികൾ പുറത്തായ സമയത്തായിരുന്നു 3 ബില്ലുകളും ഇരുസഭകളിലും പാസാക്കിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് വീർ ബാൽ ദിവസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർ ബാൽ ദിവസിനോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് യുവജനങ്ങൾ നടത്തുന്ന മാർച്ച് പാസ്റ്റ് ശ്രീ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ പ്രകാശ് പുരബ് ദിനത്തിൽ ഡിസംബർ 26 വീർ ബാൽ ദിവസായി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ശ്രീ ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളായ സാഹിബ് സാദാസ് ബാബ സൊറാവർ സിംഗ് ജിയുടെയും ബാബ ഫത്തേ സിംഗ് ജിയുടെയും രക്തസാക്ഷിത്വത്തെ അടയാളപ്പെടുത്തുന്നതാണ് വീർ ബാൽ ദിവസ്. സാഹിബ് സാധുക്കളുടെ മാതൃകാപരമായ ധീരത യുവജനങ്ങളെ അറിയിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനുമായി സർക്കാർ രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനം ആരംഭിച്ചു. 5 ദിവസത്തെ സന്ദർശനത്തിനിടെ റഷ്യൻ ഉപപ്രധാനമന്ത്രിയും വ്യവസായ വ്യാപാര മന്ത്രിയുമായ ഡെന്നിസ് മെൻട്രോവുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനെയും അദ്ദേഹം കാണും. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കലും സന്ദർശനത്തിന്റെ ലക്ഷ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ ഇന്ന് പുനരാരംഭിക്കും. കണ്ണൂർ ജില്ലയിൽ രാവിലെ തളിപ്പറമ്പ്, ആന്തൂർ നഗരസഭകളിൽ യാത്ര എത്തിച്ചേരും. ഗ്രാമപ്രദേശങ്ങളിൽ പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. കോട്ടയം ജില്ലയിൽ തിടനാട്ടിലും പൂഞ്ഞാർ തെക്കേക്കരയിലുമാണ് ഇന്നത്തെ പര്യടനം. എറണാകുളം ജില്ലയിൽ പാമ്പാക്കുടയിലും തിരുമാറാടി ഗ്രാമപഞ്ചായത്തുകളിലും പത്തനംതിട്ടയിൽ റാന്നി, അങ്ങാടി, റാന്നി എന്നിവിടങ്ങളിലാണ് യാത്ര എത്തിച്ചേരുക. തിരുവനന്തപുരത്ത് പോത്തൻകോട്, മംഗലപുരം, വാമനാപുരം, മാണിക്കൽ എന്നിവിടങ്ങളിലും കൊല്ലം ജില്ലയിൽ പടിഞ്ഞാറേ കല്ലട, കിഴക്കേ കല്ലട എന്നിവിടങ്ങളിലും വികസിത് ഭാരത് സങ്കൽപ് യാത്ര എത്തിച്ചേരും. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഇംഫാൽ മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ ഇന്ന് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. വടക്കുകിഴക്കൻ നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലാണ് ഇംഫാൽ. തുറമുഖത്തും കടലിലുമായി നിരവധി ക്ഷമതാ പരിശോധനയ്ക്ക് ശേഷം ഒക്ടോബറിലാണ് കപ്പൽ നാവികസേനയ്ക്ക് കൈമാറിയത്.
രജൌരി പൂഞ്ച് സെക്ടറിൽ ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച് ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരക്ഷാ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികളെക്കുറിച്ചും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ആരോഗ്യരംഗത്തിന്റെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ആരോഗ്യ സംരക്ഷണ പരിഹാരങ്ങൾക്കുള്ള പോർട്ടൽ മെഡ്ടെക് മിത്ര കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പുറത്തിറക്കി. ഇന്ത്യയുടെ ആരോഗ്യ ഉപകരണ വ്യവസായ രംഗത്ത് ഇത് മാറ്റമുണ്ടാക്കുമെന്നും ഗുണനിലവാരമുള്ള ആരോഗ്യ ഉപകരണങ്ങളുടെ തദ്ദേശീയ വികസനം സുഗമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്ന് ഹൈക്കോടതി. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 5 ഇടങ്ങളിൽ പോലീസ് ഭക്തരുടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. ഇതിനെ തുടർന്ന് മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന ഭക്തർക്ക് ഭക്ഷണവും കുടിവെള്ളവും ഉറപ്പാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു. തിരക്ക് മൂലം ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ റോഡിൽ അകപ്പെട്ട അവസ്ഥയിലാണെന്ന് ഭക്തർ പരാതിപ്പെടുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവധി ദിവസമായിരുന്ന ഇന്നലെ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയത്. ശബരിമല ശ്രീധർമ്മശാസ്താവിന് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തും. 6:30 സന്നിധാനത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടക്കും. നാളെയാണ് മണ്ഡലപൂജ. തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പൂജാ സമയക്രമത്തിൽ മാറ്റമുള്ള സാഹചര്യത്തിൽ ഭക്തരെ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടുന്നതിന് ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് 5 മണിക്ക് തുറക്കൂ. അതിനാൽ രാവിലെ 11 മണിവരെ മാത്രമേ നിലയ്ക്കലെത്തുന്നവരുടെ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടൂ. 11 മണി കഴിഞ്ഞ് എത്തുന്നവർക്ക് 3 മണിക്കൂറെങ്കിലും നിലയ്ക്കൽ തന്നെ തുടരേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ 4 ജാതികൾ പാവപ്പെട്ടവരും യുവജനങ്ങളും സ്ത്രീകളും കർഷകരും അടങ്ങുന്ന സമൂഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവരുടെ ജീവിത സാഹചര്യം ഉയർത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇൻഡോറിലെ ഹുക്കുംചന്ദ് മില്ലിലെ തൊഴിലാളികൾക്ക് 30 വർഷമായുള്ള വിവിധ കുടിശ്ശിക തുക നൽകുന്നതിനായി സംഘടിപ്പിച്ച മസ്ദൂറോ കാ ഹിത് മസ്ദൂറോ കോ സമർപ്പിത് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി മോഹൻ യാദവ് 224 കോടി രൂപയുടെ ചെക്ക് തൊഴിലാളികൾക്ക് കൈമാറി. വരും ദിവസങ്ങളിൽ ഹമാസിനെതിരെ പോരാട്ടം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ദിവസങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താൻ ഗാസ സന്ദർശിച്ചെന്നും പോരാട്ടം അവസാന ഘട്ടത്തിലല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനുള്ളിൽ നടത്തിയ ആക്രമണത്തിനു ശേഷം ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചത്. അതേസമയം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളെ മോചിപ്പിക്കാനും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കമാകും. ഇന്ത്യൻ സംഘത്തെ രോഹിത് ശർമ്മ നയിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ലോക ചാമ്പ്യൻഷിപ്പ് വെള്ളി മെഡൽ ജേതാവ് മഞ്ജു റാണിയും 2 തവണ യൂത്ത് ലോക ചാമ്പ്യനായ സാക്ഷി ചൌധരിയും വനിതാ ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 48 കിലോഗ്രാം ക്വാർട്ടർ ഫൈനലിൽ മഞ്ജു റാണി സഞ്ജനയെ നേരിടും. 57 കിലോഗ്രാം വിഭാഗത്തിൽ പൊരുതിയ സാക്ഷി ചൌധരി ക്വാർട്ടർ ഫൈനലിൽ ചണ്ഡിഗഡിന്റെ ആരതി മെഹ്റയോട് മത്സരിക്കും. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയുള്ള പുതിയ ബില്ലുകൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇന്ന് വീർ ബാൽ ദിവസ്. ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ ഇന്ന് പര്യടനം പുനരാരംഭിക്കും. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്ന് ഹൈക്കോടതി.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.